ബോംബിട്ട് കുറെ എണ്ണത്തിനെ കൊല്ലുക, ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് അവരുടെ മുഖത്തിന്റെ ഷൈപ്പ് മാറ്റുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു മാതൃക ഉണ്ട്, ഞാനും ഏറ്റവും നല്ല ഇടിക്കാരനാവണമെന്ന്. ആ സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്, KG-യിലെത്തിയിട്ടുള്ളൂ, ഇങ്ങനെ സ്കൂളിൽ പോവാ. ഒരു ചെറിയ അബദ്ധം തന്നെ ആവണമെന്നൊന്നുമില്ല. ഇവന്റെ ഒരു പേന പുസ്തകമൊക്കെ അയൽവക്കത്തിരിക്കുന്ന ഒരു കുട്ടി കൗതുകത്തിന് നോക്കാനെടുത്തു എന്ന് സങ്കല്പിക്കുക. അത് പിടിച്ചു വാങ്ങല്ല ചെയ്യുക, എൻ്റെ ബുക്ക് തരൂന്ന് പറയല്ല, അപ്പോഴേക്ക് മുഖത്തിട്ട് ഇടിച്ചിട്ടുണ്ടാവും. ആ കണ്ട സിനിമയിൽ അങ്ങനെയാണുള്ളത്. ഇത് കുട്ടികളെ സ്വാധീനിക്കുന്ന ഉറപ്പല്ലേ? കുട്ടികൾ ക്രിമിനലുകളാകുമെന്ന് ഉറപ്പല്ലേ? ഇത് സിനിമയാണ്, അഭിനയമാണ്, മറ്റേത് ജീവിതമാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രം എത്തുമ്പോഴേക്ക് കുട്ടി ക്രിമിനലായി പോയിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കുമ്പോഴത്തെ ഇത് ജീവിതമാണ്, അഭിനയമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ 1000 ആളുകൾ ഒരുത്തന്നെ അടിച്ചു നിരത്തിയിട്ട് അവൻ്റെ ഡ്രസ്സിന്, അവൻ്റെ വെള്ളക്കുപ്പായത്തിന് അഴുക്ക് പോലും ആവാതെ ചുളി പോലൊക്കെ ആവാത്ത എന്തുകൊണ്ടാണ്? ജീവിതമല്ല, സിനിമ ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് തമിഴ് സിനിമയെ കുറിച്ചൊക്കെയുള്ള ചില വിമർശനങ്ങൾ. പക്ഷെ അതിൽ ലയിച്ചു പോകുന്ന കുട്ടികൾ. ഇന്നലെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വിട്ടു നിന്ന 2-3 ക്ലിപ്പുകളുണ്ട്. ഏതോ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത്ര വാഴയോ തേങ്ങയോ എന്തൊക്കെ ഒരു സാധനം. അതിൽ സ്ക്രീനിൽ ദ്വാരക്കുന്നുണ്ട്. എന്നിട്ട്